ഹായ് മക്കേഴ്സ്, ഇറ്റ്സ് മി ചിന്നു വിച്ചൂസ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പപ്പയുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ അമ്പലം അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വേണമെങ്കിൽ ഒരു ക്ലൂ തരാമേ. കൊല്ലത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ, നമ്മുടെ അമ്പലം കൂടിയാണേ. അങ്ങനെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അങ്ങനെ രാവിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ചെന്ന സമയത്ത് അത്രയും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വിശാലമായിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നേ. പിന്നീടാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാനും അമ്മയും അപ്പയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പയുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പൂജയായിരുന്നേ. ടൈം വന്നിട്ട് 11-11:30 ആ ടൈമിലായിരുന്നു കേട്ടോ നമ്മുടെ പൂജ. നമ്മളവിടെ ഒരു 9:30 ഒരു ടൈമിലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 9:10 മണിക്ക് അതിന് മുമ്പിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. നേരത്തെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പയുടെ ഫാമിലിയിലെ ഒരു ഗെറ്റ് ടുഗദർ കൂടെ ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ എടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാവിലേക്ക് പോയി. കാവിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ തന്നെ മൂലസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ആദ്യം പ്രതിഷ്ഠ വന്നത്, പിന്നീടാണ് അത് ഇങ്ങോട്ട് മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ചെന്ന സമയത്ത് ഇവിടെ ഉദ്ഘാടനമായിരുന്നു. ആ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പം പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഫുള്ളും നമ്മൾ പായസമായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും പായസമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും പല വഴിക്കായിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലെ പോറ്റിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ പാഴ്സൽ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒടുക്കത്തെ വെയിലും ചൂടും കൂടായിരുന്നു. എങ്ങനെയെങ്കിലും അങ്ങ് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ വെയിലായിരുന്നു, കരിഞ്ഞുണങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ജ്യൂസും വാങ്ങിച്ചത് കഴിഞ്ഞിട്ട് മന്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഇന്നിത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.